നിറഞ്ഞ ഒരു സുദിനമാണ് ഇന്ന്. വൃശ്ചികം 2-ാം തീയതി, നവംബർ 17-ാം തീയതി നാളെ ഓർത്തിരിക്കാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. കാരണം നമുക്കറിയാം, ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളുണ്ട്. കാരണം ഒരു പുതിയ സിനിമ പിറവിയെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സുദിനത്തിൻ്റെ പ്രത്യേകത. ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ചർച്ച ആരംഭിച്ചത്. ഇതിന് ടൈറ്റിൽ ഇടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈ സിനിമയുടെ നിർമ്മാതാവും എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള ശ്രീ ജോൺസൺ മഞ്ഞളി അവരുകളോട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് നമുക്ക് ഇത് ആരെ വെച്ച് ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമ താരങ്ങളാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അങ്ങനെ കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനടക്കം ജോൺസേട്ടനും ഞങ്ങളൊരു പാർട്ണറുമായിട്ടുള്ള ശ്രീ സെബി ചേട്ടനും എല്ലാവരും കൂടി ഈ കഥ കേൾക്കാനായിട്ട് തയ്യാറായി. കഥ കേട്ടു. സിനിമയ്ക്കുള്ളിലെ നിരവധി സിനിമകൾ വന്നുപോയി. നിരവധി സിനിമകൾ നമുക്ക് കണ്ടു. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും വളരെ ഉന്നതങ്ങളിലെത്തിയൊക്കെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ സംസാരിച്ചു തുടങ്ങിയ മുതൽ ഒരു ചിരിയുടെ അംശം ഞങ്ങളുടെ നിർമ്മാതാക്കളിൽ നിന്നും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ പോസിറ്റീവ് നൽകിയൊരു കാര്യമാണ്. ഒരു സിനിമ തുടങ്ങുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നെക്കാളും ഒരുപാട് വർഷക്കാലം സിനിമയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിരവധി സിനിമകൾ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആയിരിക്കണം 75% ആളുകൾ എന്നീ വിചാരിക്കും.
കാരണം ജോൺസൺ അങ്ങനെയാണ്. ജോൺസൺ വിളിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ല. 2-3 പ്രാവശ്യം ക്ഷണിച്ച് എന്താണ് പറയുക, സ്നേഹ നിർഭരമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വരുത്താതിരിക്കാൻ കഴിയില്ല. ജോൺസണോട് എനിക്കൊരു അപേക്ഷയുള്ളത്, ആദ്യത്തെ അപേക്ഷ, സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴും ഇതേ കോർഡിനേഷൻ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാനും ചെയ്യേണ്ടി വരും. ഞാനത് പറയാൻ കാരണം, ഈ അടുത്ത ദിവസങ്ങളിലെ ഒരു ഡിസ്കഷനിൽ ഞാൻ കേട്ട കാര്യമുണ്ട്. ഇന്ന് പൂർണ്ണമായി ഒരു സിനിമ നിർമ്മിച്ച് തിയേറ്ററിലെത്തിക്കാൻ കഴിവുള്ള ഒരു നിർമ്മാതാവിനെ സിനിമ എടുക്കാൻ കഴിയും. പണ്ടങ്ങനെ ആയിരുന്നില്ല. സാറ്റലൈറ്റ് ബിസിനസ്, OTT, അങ്ങനെ മുൻകൂർ ബിസിനസ്സുകൾ നടക്കും. കുറച്ച് പൈസ മുടക്കുക, ബാക്കി ചെയ്യുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കേട്ടത്, ഒരു സിനിമ നിർമ്മിച്ച് പൂർത്തിയാക്കി തിയേറ്ററിൽ എത്തിച്ചാൽ മാത്രം പോരാ, തിയേറ്ററിലേക്ക് ആദ്യത്തെ 3 ദിവസം ആളെ കയറ്റാനുള്ള 1 കോടി രൂപയെങ്കിലും മിനിമം കയ്യിൽ കരുതി വെച്ച് വേണം സിനിമ ചെയ്യാൻ. അതെന്നെ ഞെട്ടിച്ചു, മറ്റു പലരെയും ഞെട്ടിച്ചുണ്ട്. പക്ഷെ മറ്റു പലർക്കും അറിയാം. ആ ഒരു അവസ്ഥയിലാണ് മലയാള സിനിമ ഇന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാള സിനിമയെക്കുറിച്ച് മാത്രം പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ല. എന്നാൽ തമിഴിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സിനിമയെ അവർ ഹൃദയത്തെ നെഞ്ചേറ്റി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആളുകൾ തിയേറ്ററിലേക്ക് എത്താറുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. പല ഫ്ലാറ്റുകളിലും പല ഹോസ്റ്റലുകളിലും താമസിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ഇവിടെ എത്തും എന്ന് പറയുന്നു. ഈ ഒരു ഗതികേട് സിനിമയ്ക്കുണ്ടായതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് ചിന്തിക്കുക സിനിമാക്കാരും മറ്റുള്ളവരും. ഇവിടെ സംവിധായകൻ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, സിനിമാ താരങ്ങൾ എന്നീ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നു. സിനിമാ താരങ്ങൾ ഒരുപാടുണ്ടാവും ഈ സിനിമയിലൂടെ. അത് നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നവരെ താരങ്ങളാക്കി ചിത്രീകരിക്കുന്നത് എന്നുള്ളത്, അത് പണ്ട് കാലം തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. ആകാശത്തിലെ താരങ്ങളെ പോലെ എവിടെയോ കഴിയുന്ന നക്ഷത്രങ്ങൾ, അവരെ കാണാൻ പറ്റില്ല, സ്ക്രീനിൽ മാത്രം കണ്ട് സായുജ്യമടയുന്ന പ്രേക്ഷകർ, അവർ അതുകൊണ്ട് തന്നെ താരങ്ങളായി, സ്റ്റാർസായി അങ്ങനെ വിരാജിക്കുകയാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഇടയ്ക്ക് തന്നെയാണ് താരങ്ങൾ ജീവിക്കുന്നത്, നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു താരം ജനിക്കണമെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ സിനിമാ താരം ജനിക്കണമെങ്കിൽ, ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഒരു നിർമ്മാതാവും ഒരുമിച്ച് പരിശ്രമിച്ചാൽ ഒരു താരം ജനിക്കും. അവർ ജനിച്ചു വളർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ ആ സംവിധായകനെയും നിർമ്മാതാവിനെയും എഴുത്തുകാരനെയും ഒന്നും ഓർക്കണമെന്ന് നിർബന്ധമില്ല. അതും എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും കൂടെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് നമ്മുടെ കഥാപാത്രത്തിന് അയാളെ ഇടാം. ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഓഡീഷൻ നടത്തി ട്രെയിനിങ് കൊടുത്ത് പുതിയ ആളെ കൊണ്ടുവരികയായിരിക്കും. അയാളെ അഭിനയിപ്പിച്ചെടുക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് ഒരു സംവിധായകന് മാത്രമേ അറിയൂ. പിന്നീട് അയാൾ സൂപ്പർ സ്റ്റാറായി മാറുന്നു. ഈ സംവിധായകനെ പുറംകാലിന് അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അത് കാലം വരുത്തി വെച്ച ചില വിനകളാണ്. അതും പോട്ടെ. ഇവിടെ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, സംവിധായകന് സ്വാഗത പ്രസംഗത്തിൽ ഞാൻ കേട്ടത് പ്രകാരമാണെങ്കിൽ ഇതിൽ നല്ല നർമ്മമുണ്ട്. കാരണം കഥ കേട്ടപ്പോൾ തന്നെ നിർമ്മാതാക്കൾ ചിരിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നല്ല നർമ്മത്തിലായിരിക്കും. അപ്പോൾ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ ഇട്ടപ്പോൾ താരങ്ങളെ എന്താണ് പറയുക, ബൂസ്റ്റ് ചെയ്യുക എന്നതിലല്ല, അതിലൊരു പരിഹാസത്തിൻ്റെ ധ്വനിയെ ഞാൻ കാണുകയും. അതുകൊണ്ട് തന്നെ ഇനി സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴേ നമുക്കറിയാൻ കഴിയും എന്താണ് അതിൻ്റെ പിന്നിൽ, എന്താണ് അതിൻ്റെ കഥ. എന്നാലും സംവിധായകൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ് ഈ സിനിമ താരങ്ങൾക്കിട്ടുള്ള ഒരു കുത്തായിരിക്കും, ചില പരിഹാസ ശരങ്ങളായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, എന്തായാലും ജോൺസൺ മഞ്ഞളയും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്യുന്ന, ജോൺസൺ 10-35 വർഷമായി മലയാള സിനിമയിലുണ്ട്. ആ കാലം മുതൽ എനിക്കറിയാം. പ്രൊഡക്ഷൻ മാനേജരായും പിന്നെ താരമായും ഒക്കെ വന്ന ആളാണ്. സ്നേഹമയിയായ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ആശംസകൾ അർപ്പിക്കാൻ, ആ പൂജാ ചടങ്ങിൽ എത്തി പ്രാർത്ഥിക്കാൻ ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആ മനുഷ്യൻ്റെ നന്മയുടെ ഭാഗം. എന്തായാലും അദ്ദേഹം
ആദ്യമായി നിർമ്മിക്കുന്ന, അദ്ദേഹവും കൂട്ടാളികളും ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് ആശംസകൾ അർപ്പിക്കുക, അതിനോടൊപ്പം മനസ്സിൽ പ്രാർത്ഥിക്കുക, അതുതന്നെ എനിക്കും ഇപ്പോൾ ചെയ്യാൻ കഴിയും. ഞാൻ ഹൃദയം തുറന്ന് ജോൺസനെ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിജയത്തിനായി ആ സംവിധായകൻ്റെ സ്വപ്നമാണ്, ആ സ്വപ്നം പൂത്തുലയട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥന സാധിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. പിന്നെ ജോസ് തോമസ് പറഞ്ഞ പല കാര്യങ്ങളും, ഈ സിനിമയെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള, സിനിമാ താരങ്ങൾ എന്ന് പേരുണ്ടോ, താരങ്ങൾ ഒരിക്കലും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിളുണ്ട്, ഡെഡിക്കേഷനുണ്ട്, അതിനോടുള്ള ആത്മാർത്ഥതയുണ്ട്. നമുക്കിന്നതായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മളായി തീരുകയുള്ളൂ. ഇതൊരു സിനിമാ താരങ്ങൾ എന്ന് പറയുന്ന ഒരു പടം മലയാള സിനിമയിൽ ഒരു ചരിത്രമാകട്ടെ, അത് കണ്ട് കാണികൾ സന്തോഷിക്കട്ടെ. ഈ സിനിമയുടെ നിർമ്മാണത്തിലും പ്രദർശനത്തിലും വിചരണത്തിലും എല്ലാം വിജയം ജോൺസണും ഗിരീഷിനും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ബന്ധം യന്ത്ര മീഡിയയിലെ ജോൺസൺ അന്ന് പ്രൊഡക്ഷൻ മാനേജറായിരുന്നു. അന്ന് സ്ത്രീ, സമയം, ഇങ്ങനെയുള്ള മെഗാ സീരിയൽസിന് അതിനകത്തെല്ലാം ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് മുതലുള്ള നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. ജോൺസൺ എടുക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമ ആകാനുള്ള സാധ്യതകളുണ്ട്. ഞാനിന്ന് ജോൺസൺ എനിക്കിത് അയച്ചു തന്നപ്പോഴേ ഈ പോസ്റ്റർ ഞാൻ എൻ്റെ സ്റ്റാറ്റസിലിട്ടു. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഹേമ കമ്മീഷനെ കുറിച്ച് വല്ലതും ആണോ? ഇപ്പോൾ സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാരെ മനസ്സിൽ വരുന്ന അതാണ്. അത് അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ കഥയെക്കുറിച്ചൊന്നും അറിയില്ല. ഇനിമേ സിനിമയിൽ നടക്കുന്ന സിനിമയാണ് എന്നെനിക്കറിയാം. ഇനിമേ ഇതിൻ്റെ ഡയറക്ടർ നിതീഷും നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ എടുക്കാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ ഉത്തൽ, അദ്ദേഹവും നല്ലൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ചേർന്ന് എല്ലാവരും കൂടി ഒരു നല്ല സിനിമയായി തീരട്ടെ. ഇവിടെ ഇരിക്കുന്ന പലരും പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് ഇരിക്കുന്നുണ്ട് അഭിനയിക്കാനുള്ള. അവർക്കും എല്ലാം നല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കിട്ടട്ടെ. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് മുന്നോട്ട് പോയതാണ്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നാണ്. അതുപോലൊരു തിരക്കഥയാണ് ഞാൻ ആദ്യം എഴുതുന്നത്. മാനത്തെ കൊട്ടാരം എല്ലാവർക്കും അറിയാമത്. ദിലീപ് ആയിരുന്നു അതിലെ ഹീറോ. രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയ ഹിറ്റായി മാറി. അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഈ സിനിമയും ഒരു ഹിറ്റായി മാറുമെന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. ജോൺസൺ മഞ്ഞളിയെ നാസർ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞാൻ ആദ്യം സംവിധാനം ചെയ്ത സിനിമ കിരീടമില്ലാത്ത രാജാക്കന്മാർ, അതിൽ ജോൺസൺ തമ്മിലൊരു വേഷം ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള സിനിമകളാണ് ആവശ്യം. അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ നിതീഷ് പറഞ്ഞതുപോലെ നിതീഷിൻ്റെ ആസ്പെക്റ്റ് ആൻഡ് കോൺസെപ്റ്റ് തന്നെയാണ് എനിക്കുമുള്ളത്. ഞാൻ ഒരിക്കലും സ്റ്റാർട്ടപ്പിൻ്റെ പുറകെ പോകുന്ന ആളല്ല. ഞാൻ കഥയാണ് സൂപ്പർ താരം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ ഒരു 90% സിനിമകളും ഹിറ്റായി വന്നിട്ടുള്ളതിന് കാരണം അത് തന്നെയാണ്. കഥയാണ്, തിരക്കഥാകൃത്താണ് സിനിമയുടെ എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് സംവിധായകൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പറഞ്ഞ താരങ്ങളെല്ലാം ഇന്ന് ഞെളിഞ്ഞ് നടക്കുന്ന, ഞെളിഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരുപാട് പേര് കയറിപ്പോയ ഒരു തോളാണ്. ആ തോളിൽ ഇപ്പോഴും ഒരു വേദനയുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ സൃഷ്ടിക്കുന്നത് സംശയമില്ല തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇവിടെ മാറിയിരിക്കുന്ന ഈ കുട്ടികൾ, അവരെ നിങ്ങൾ നിസ്സാരമായിരിക്കും കാണരുത്. ഞാൻ ആരെയും അങ്ങനെ നിസ്സാരമായി കാണുന്ന ഒരാളല്ല. ഹരിശ്രീ അശോകനും ദിലീപും ഒക്കെ അതിനൊരു തെളിവാണ്. അന്നത്തെ കാലത്ത് ദിലീപിനോട് പറഞ്ഞിരുന്നു, ദിലീപ് നീ ഇപ്പോൾ ഭാവിയിൽ ഞാൻ ഡേറ്റൊക്കെ ചോദിക്കുമ്പോൾ അത് പ്രിയദർശൻ വിളിച്ചിരുന്നു, മറ്റേ സിബി മലയിൽ പറഞ്ഞിരിക്കുന്നു. പറയാം, അയ്യോ
അയ്യോ ഇക്ക അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് ചോദിച്ച ആളാണ് ദിലീപ്. എന്ന് പറയുന്ന പോലെ ഇവരെ നിങ്ങൾ വിലവെക്കണം. ഇവരിങ്ങനെ മാറിയിരിക്കുന്നു എന്ന് കരുതി വിലവെക്കാതിരിക്കരുത്. ഭാവിയിലെ താരങ്ങളായിരിക്കാം അവർ. അതും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.